പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യത്തെ വാർത്ത, ഇന്നലെ ഒഡീഷയ്ക്കെതിരെയുള്ള മത്സരം 2-2 എന്ന സ്കോറിൽ സമനിലയിലായിരുന്നു കലാശിച്ചത്. മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് മികച്ച പ്രകടനം കാഴ്ചവെച്ചെങ്കിലും ഡിഫൻസീവ്ലി അല്പം വീക്കായിരുന്നു. അറ്റാക്കിംഗ് കൂടുതൽ ശക്തമാകുമ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫൻസ് കുറച്ച് വീക്കായി വരികയായിരുന്നു. എന്നാൽ പോലും മത്സരത്തിൽ മികച്ച പ്രകടനം തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കാഴ്ചവെച്ചിരുന്നു. എന്നാൽ നിർഭാഗ്യമായിരുന്നു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ വേട്ടയാടിയത്. മത്സരത്തിന്റെ അവസാന നിമിഷത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് ഒരു ക്ലിയർ പെനാൽറ്റി ലഭിക്കേണ്ടതാണ്. എന്നാൽ റഫറിയായിട്ടുള്ള ഹരീഷ് കുണ്ടു എന്തുകൊണ്ടാണത് ഫൗള് വിളിക്കാത്തത് എന്നാണ് ആരാധകരെല്ലാം ചോദിക്കുന്നത്. മോശം റഫറിംഗ് കാരണം കൊണ്ട് തന്നെ അത് മത്സരത്തിന്റെ റിസൾട്ടിനെയായിരുന്നു ബാധിച്ചത്. നിലവിൽ 4 മത്സരങ്ങൾ കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സിനുള്ളത് 5 പോയിന്റുകളാണ്. റഫറി ഹരീഷ് കുണ്ടുവിനെതിരെ ഒരുപാട് വിമർശനങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. മത്സരത്തിന് ശേഷം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചായിട്ടുള്ള മിഗാൽ സ്റ്റെഹ്റെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. മത്സരത്തിന്റെ മോശം റഫറിംഗിൽ തനിക്ക് വളരെയധികം നിരാശയുണ്ട്. താനായിരുന്നു റഫറിയെങ്കിൽ അത് തീർച്ചയായും പെനാൽറ്റി നൽകുമെന്നായിരുന്നു കോച്ച് പറഞ്ഞിരുന്നത്. ആ ഒരു ഇൻസിഡന്റിന് തൊട്ടു പിന്നാലെ റഫറി അവിടെ ഉണ്ടായിട്ട് പോലും പെനാൽറ്റി വിധിച്ചില്ല എന്നുള്ളതാണ് മറ്റൊരു നിരാശ നൽകുന്ന കാര്യം. മറ്റൊരു കാര്യം, കഴിഞ്ഞ മത്സരത്തിലും അഡ്രിയാൻ ലൂണ പകരക്കാരനായിട്ടായിരുന്നു കളത്തിലിറങ്ങിയിട്ടുണ്ടായിരുന്നത്. കാര്യമായിട്ട് വലിയ ഇമ്പാക്ട് ഒന്നും ഉണ്ടാക്കാൻ ലൂണയ്ക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. മാത്രമല്ല ഇത്രയും നാൾ പുറത്തിരുന്ന ഒരു പ്ലെയർ ഇനി പഴയ ഫോമിലേക്ക് തിരിച്ചെത്താൻ സമയമെടുക്കുമെന്നാണ് തോന്നുന്നത്. അഡ്രിയാൻ ലൂണയുമായി ബന്ധപ്പെട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായിട്ടുള്ള മിഗാൽ സ്റ്റെഹ്റെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം ശക്തനായ ലൂണയെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നുവെന്നായിരുന്നു ബ്ലാസ്റ്റേഴ്സ് പരിശീലകൻ പറഞ്ഞത്. വരുന്ന മത്സരത്തിൽ ലൂണയ്ക്ക് സ്റ്റാർട്ടിംഗ് ലെവലിൽ സ്ഥാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു നിരാശ നൽകുന്ന കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ താരമായിട്ടുള്ള ഡാനിഷ് ഫറൂഖിന്റെ പ്രകടനമാണ്. ഓരോ മത്സരങ്ങൾ കഴിയുന്തോറും ഡാനിഷിന്റെ പ്രകടനം മോശമായി കൊണ്ടിരിക്കുകയാണ്. യാതൊരുവിധ ഇംപ്രൂവ്മെന്റും താരത്തിന്റെ ഭാഗത്തുനിന്ന് കാണാൻ സാധിക്കുന്നുമില്ല. ഫിനിഷിംഗിന്റെ കാര്യത്തിലായാലും പാസിംഗിന്റെ കാര്യത്തിലായാലും ഡിസിഷൻ മേക്കിംഗിന്റെ കാര്യത്തിലായാലും ഡാനിഷ് വീക്കാണ്. കഴിഞ്ഞ സീസണിലും ഡാനിഷിന്റെ പ്രകടനം വളരെ മോശം തന്നെയായിരുന്നു. ഡാനിഷ് മോശം ഫോമിലായിട്ട് പോലും താരത്തിന് സ്റ്റാർട്ടിംഗ് ലെവലിൽ അവസരങ്ങൾ ലഭിക്കുന്നുമുണ്ട്. ഇന്നലത്തെ മത്സരത്തിൽ പോലും രണ്ടാമത്തെ ഗോൾ വഴങ്ങാനുള്ള പ്രധാന കാരണങ്ങളിലൊന്ന് ഡാനിഷാണ്. ഡാനിഷ് ഫറൂഖിന്റെ പെർഫോമൻസുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമന്റ് ചെയ്യുക. കൂടുതൽ ഐഎസ്എല്ലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളൊക്കെ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ ഓപ്ഷൻ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.